ഹായ്, ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ. ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നല്ലോ. ക്യാൻസർ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീകൾ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് സ്ത്രീകൾ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി ചെയ്യേണ്ടത്. ഫസ്റ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. സെക്കൻഡ്, റെഗുലർ ഹെൽത്ത് സ്ക്രീനിങ്. തേർഡ് കാര്യമാണ് ക്യാൻസർ പ്രിവെൻറ്റിനുള്ള വാക്സിനേഷൻ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾ പ്രത്യേകിച്ച് മിഡിൽ ഏജ് ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡയറ്റ്. നമ്മുടെ പല ഡയറ്ററി ഹാബിറ്റ്സും നമ്മളെ കൂടുതൽ ക്യാൻസറിന് പ്രോൺ ആക്കും. എസ്പെഷ്യലി ആൽക്കഹോള് എക്സസീവായിട്ട് എടുക്കുന്നത്, സ്മോക്കിംഗ് ഹാബിറ്റ്സ്, ഡ്രഗ്സ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള അഡൾട്രേഷൻ. ഇപ്പം പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഒത്തിരി വിഷാംശങ്ങൾ അടങ്ങിയതും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അഡൾട്രേറ്റഡ് ഫുഡ് നമുക്ക് ക്യാൻസറിന് കാരണമാകും. പിന്നെ യുവതലമുറ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് മീറ്റ് ഐറ്റംസ്. അപ്പോൾ പ്രോസസ്ഡ് ആൻഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, എസ്പെഷ്യലി പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റും റെഡ് മീറ്റ്, ബാർബിക്യൂ ചെയ്ത മീറ്റാകാം, അതുപോലെ തന്നെ ഈ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഒത്തിരി കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡാണ്. ഇങ്ങനത്തെ ഫുഡൊക്കെ എക്സസീവായിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഡെയിലി റെഗുലർ ബേസിൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൂടുതലും ക്യാൻസർ ഡിസീസ്, എസ്പെഷ്യലി ബവൽ ക്യാൻസേഴ്സൊക്കെ, ഇപ്പം ഏനൽ ക്യാൻസേഴ്സൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത് ഒരു ഹയർ എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അടങ്ങിയ ഡയറ്റാണ്. അങ്ങനത്തെ ഫുഡ് എടുക്കുന്നതാണ് നമുക്കെപ്പോഴും ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി ഏറ്റവും ബെസ്റ്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പീരീഡ്സ് റെഗുലറായിട്ട് വരാതിരിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും പീരീഡ് റെഗുലറായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ നല്ല കാര്യം, പീരീഡ് വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കൊരു മിഡിൽ ഏജ് തൊട്ട് ഒരു കുറച്ച് നാളിങ്ങനെ പീരീഡ്സ് ഇറഗുലറായിട്ട് 2-3 മാസം കൂടി വരുന്നവർക്കാണ് എപ്പോഴും യൂട്രൈൻ ക്യാൻസറിൻ്റെ റിസ്ക്കൊക്കെ കൂടുതലായിട്ട് കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ജെനറ്റിക് ടെൻഡൻസി. പലർക്കും ഫാമിലിയിൽ ക്യാൻസേഴ്സ് ഓഫ് ബ്രസ്റ്റും ഓവേറിയൻ ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സ്ക്രീനിങ്ങും ചെക്കപ്പുകളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർക്ക് ജെനറ്റിക്കായിട്ട് ഒരു ക്യാൻസർ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ റെഗുലർ സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന എക്സസൈസുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷനിൽ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാൻ നോക്കുക. റെഡ് മീറ്റും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക. ഓവർ വെയ്റ്റും ഇറഗുലർ പീരീഡ്സും നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പ്രിവെൻഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി അവിടെ. രണ്ടാമത്തെ ഫാക്ടറാണ് സ്ക്രീനിങ്. അപ്പോൾ സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സും നമുക്ക് ഏർലി സ്ക്രീനിങ്ങിൽ കൂടെ കണ്ടുപിടിക്കാനായിട്ടും അങ്ങനെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ്, സെർവൈക്കൽ ക്യാൻസറിന് വേണ്ടി നമുക്ക് പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതൊരു സെക്ഷലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾക്ക് 65 ഇയേഴ്സ് വരെ എവറി 3 ഇയേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ HPV DNA ടെസ്റ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാപ്സ്മിയറോട് കമ്പൈൻ ചെയ്താൽ വൺസ് ഇൻ 5 ഇയേഴ്സ് സ്ക്രീനിങ് ചെയ്താൽ മതി. പക്ഷേ ഒരു 25 ഇയേഴ്സ് തൊട്ട് ഒരു 65 ഇയേഴ്സ് വരെ റെഗുലറായിട്ട് എവറി 5 ഇയേഴ്സ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖ ക്യാൻസേഴ്സ് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ടും സാധിക്കും. ഇനി അടുത്തായിട്ട് ഒവേറിയൻ ക്യാൻസർ റിസ്ക് ഉള്ളവർക്ക് റെഗുലറായിട്ടുള്ള അൾട്രാസൗണ്ടിൽ കൂടെ നമുക്ക് സ്ക്രീനിങ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഒക്കെ ഉള്ളവർ മാമോഗ്രാം മസ്റ്റായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഒരു സിംറ്റംസും ഇല്ലെങ്കിൽ സ്ത്രീകൾ 45 ഇയേഴ്സിന് അബവ് മാമോഗ്രാം അഡ്വൈസബിൾ ആണ്. ഫാമിലിയിൽ ക്യാൻസർ റിസ്ക് ഒക്കെ ഉള്ളവർക്ക് കുറച്ചൊരു നേരത്തെ തന്നെ മാമോഗ്രാം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ടൊരു ചെക്കപ്പും ഒരു ബ്ലഡ് ടെസ്റ്റിന് ഉപരിയായിട്ടുള്ള ഇങ്ങനത്തെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വാക്സിനേഷൻ. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി HPV വാക്സിൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ യങ് ആയിട്ടുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 9 to 26 ഇയേഴ്സിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ വാക്സിൻ റെക്കമെൻഡഡ് ആണ്. ഈ വാക്സിൻ നമ്മളെ പലതരത്തിലുള്ള ക്യാൻസറിന് പ്രൊട്ടക്റ്റ് ചെയ്യും. എസ്പെഷ്യലി സെർവൈക്കൽ ക്യാൻസർ, വെജൈനൽ ക്യാൻസർ, വൾവർ ഏരിയയിലെ ക്യാൻസേഴ്സ്, ഏനൽ ക്യാൻസേഴ്സ്, അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ പെനൈൽ ക്യാൻസേഴ്സിന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ വായിലെ ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സിനും അത് പ്രൊട്ടക്ഷൻ തരും. HPV എന്ന വൈറസാണ് പലപ്പോഴും നമ്മുടെ ഈ പല ക്യാൻസേഴ്സിനും കാരണമാകുന്നത്. ഇപ്പോൾ HPV എന്നൊരു വൈറസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുണ്ടാകുന്നതാണ്. അത് പലപ്പോഴും സെക്ഷലി ആക്റ്റീവ് ആയതിനു ശേഷമാണ് നമ്മുടെ ബോഡിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷലി ആക്റ്റീവ് ആകുന്നതിന് മുമ്പേ തന്നെ കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. 9 to 14 ഇയേഴ്സ് ആയിട്ടുള്ള പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികളിലും 2 ഡോസസ് ഓഫ് HPV വാക്സിനാണ് റെക്കമെൻഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ 15 ഇയേഴ്സ് to 26 ഇയേഴ്സിൽ 3 ഡോസസ് ഓഫ് HPV വാക്സിനാണ് റെക്കമെൻഡ്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ ആ വാക്സിൻ്റെ കവർ ചെയ്യുന്ന വേരിയൻസിലുള്ള എല്ലാ HPV വൈറസുകളെയും നമുക്ക് പ്രതിരോധിക്കുവാനായിട്ടും അങ്ങനെ HPV റിലേറ്റഡ് ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായും നമ്മുടെ യുവതലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് ഈ വാക്സിൻ നമ്മൾ അവർക്ക് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും സേഫായിട്ട് ഈ വാക്സിൻ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ.
രണ്ടാമതായിട്ട് റെഗുലറായിട്ടുള്ള ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി HPV വാക്സിനേഷൻ നൽകുക.